ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി മട്ടൺ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വേറൊരു മട്ടൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഈ രീതിയിൽ മട്ടൺ റോസ്റ്റ് നമുക്ക് തയ്യാറാക്കി നോക്കാം. ഇതിനായിട്ട് ഞാൻ 1/2 കിലോ മട്ടൺ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ഉപ്പ്, 1/4 സ്പൂണോളം മുളക് പൊടി, 1/4 സ്പൂണോളം ഇറച്ചി മസാല, ഇത്രയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി 1 കപ്പ് വെള്ളം ഒഴിച്ച് കുക്കറിൽ മാറ്റി വയ്ക്കാം. അതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് 1 സവോള നീളത്തിൽ കട്ട് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില, ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി കൊത്തി എരിഞ്ഞത്, ഒരു 3-4 വെളുത്തുള്ളി പൊടിയായിട്ട് എരിഞ്ഞത്, 1 പച്ചമുളക്, ഒരു 5-6 ചെറിയുള്ളി നീളത്തിൽ കീറിയെടുത്തത്. ഇത്രയും നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ നന്നായിട്ട് അപ്പുറത്ത് വേവുന്നുണ്ട്. ഏകദേശം ഒരു 5-6 വിസിൽ വരുന്നത് വരെ മട്ടൻ വേവിച്ചെടുക്കാം. അതിനുശേഷം ഇനി മറ്റൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 സ്പൂണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോൾ ഒരു കഷ്ണം പട്ട, ഒരു 2 ഏലക്ക, ഒരു 2 ഗ്രാമ്പു, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ചെറിയൊരു സവാളയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ 1/2 കിലോ മട്ടൻ്റെ അളവാണ് പറയുന്നത്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ മട്ടനിൽ ഉപ്പ് ചേർത്താണ് വേവിക്കുന്നത്, അപ്പോൾ അതനുസരിച്ച് 2ാമത് ഉപ്പ് ചേർക്കാം. ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് പഴുത്ത ഒരു ചെറിയ തക്കാളി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വെന്തുടഞ്ഞ് വരുന്നത് വരെ നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ മസാലകൾ എടുത്ത് വയ്ക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 സ്പൂണോളം മട്ടൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/4 സ്പൂണോളം മുളക് പൊടി, ഒരു 2 സ്പൂണോളം മല്ലിപ്പൊടി, ഇത്രയാണ് മസാലയായിട്ട് നമ്മൾ എടുക്കുന്നത്. ഇത്രയും നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 5-6 വിസിലിന് ശേഷം നമ്മുടെ മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തക്കാളി ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഈ മസാലകൾ ആഡ് ചെയ്ത് മസാലേൻ്റെ പച്ച സ്മെല്ല് പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് കുറച്ച് ഗ്രേവി ആയിട്ട് ഇരിക്കണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലും മതി. അതിനുശേഷം ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ച് നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന വരെ വെക്കാം. അവസാനമായിട്ട് ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മട്ടൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടേൻ്റെയും ചപ്പാത്തീൻ്റെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ മട്ടൻ വാങ്ങുമ്പോൾ ഈ രീതിയിലേക്കൊന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരെയും ബൈ.